അതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറയാം. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിലെ പ്രത്യേക കോടതിയുടെ മുമ്പിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ സുരക്ഷ ഒരു കോടതിയുടെ മുമ്പിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ VIP ആയിട്ടുള്ള ഏതെങ്കിലും പ്രതികൾ കോടതി മുറിയിലുണ്ടെങ്കിൽ ആ കോടതി മുറിയിലെ VIP പ്രതി വീട്ടിലേക്കല്ല ജയിലിലേക്കാണ് പോവുക എന്നതുകൊണ്ടാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങളൊക്കെ അഭിഭാഷകർ പറയുക. യാതൊരു സംശയവുമില്ല. വീട്ടിലേക്കാണോ ജയിലിലേക്കാണോ എന്നറിയില്ല. ഡൽഹി കോടതിയുടെ കോടതി മുറിയിലേക്ക് ജഡ്ജി ഇപ്പൊ കടന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കെജ്രിവാൾ എന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രി ഒന്നുകിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് എന്നുറപ്പായി. പക്ഷെ വീട്ടിലേക്കാണ് ഈ കോടതി, തൽക്കാലത്തെ ഈ കോടതി വിടുന്നത് എങ്കിൽ അധിക ദിവസം നിയമവിരുദ്ധമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയില്ല. വീണ്ടും കോടതിയിലും ജയിലിലും ഇയാൾക്ക് പോകേണ്ടി വരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്ന് അസന്നിഗ്ധമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ തീരുമാനമെന്ന് പറയുന്നത് അഴിമതി പാടില്ല എന്നാണ്. ഞങ്ങൾ അഴിമതി ചെയ്യില്ല. ആരെയും അഴിമതി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ വിലങ്ങ് വെച്ച് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്, അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ചില ആളുകൾ പറയുന്നുണ്ട്, അയ്യോ ഇത് ചെയ്യുന്നതോടുകൂടി നരേന്ദ്രമോദി ദാ പോയി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചതോടുകൂടി നരേന്ദ്രമോദി പോയി. MV ഗോവിന്ദൻ ഇത് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. എന്നിട്ട് MV ഗോവിന്ദൻ പറയാണ്, ED അവിടെ ഇവിടൊക്കെ പോയി ED കളിച്ചാൽ, കേരളത്തിലെങ്ങാനും ED വന്ന് വേഷം കെട്ടെടുത്താൽ EDക്ക് വിവരമറിയും. ധൈര്യമുണ്ടോ EDക്ക് കേരളത്തിൽ വന്ന് കളിക്കാൻ? സത്യം പറഞ്ഞ ആ ഒരൊറ്റ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, എങ്ങനെങ്കിലും ED ഒന്ന് പിണറായി വിജയന്റെ വാതിലൊന്ന് മുട്ടി അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യേ, എന്നിട്ട് വേണം എനിക്ക് മുഖ്യമന്ത്രി ആവാനെന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, കെജ്രിവാളിന്റെ അറസ്റ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മുന്നറിയിപ്പാണോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ, NDA സഖ്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കെജ്രിവാൾ എന്ന് പറയുന്നത് ആരാണ്? ഇന്ന് കെജ്രിവാളാക്കിയത് അണ്ണാ ഹസാരെയാണ്. ഈ അണ്ണാ ഹസാരയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അണ്ണാ ഹസാരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നാ അണ്ണാ ഹസാരെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സ്വയം കൃത അനർത്ഥമാണോ ഇത്? മദ്യത്തിനെതിരെ പോരാടാനാണ് ഞാൻ പറഞ്ഞത് കെജ്രിവാളിനോട്. മദ്യത്തിനെതിരെ, അഴിമതിക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാ ഹസേന ഡൽഹിയിൽ ആ മനുഷ്യൻ ഉപവാസം നടത്തിയത്, നിരാഹാരം നടത്തിയത്. ആ നിരാഹാരത്തിന് മുമ്പിൽ നിന്ന ആളാണ് കെജ്രിവാൾ. ആ കെജ്രിവാൾ മദ്യനയത്തിന്റെ പേരിലാണോ, മദ്യത്തിൽ നടത്തിയ അഴിമതിയുടെ പേരിലാണോ ഇന്ന് കൂട്ടിൽ നിന്ന് വയർക്കുന്നത്, ഇന്ന് കോടതിയുടെ മുമ്പിൽ വയർക്കുന്നത്? ഞാൻ ഉറച്ചു പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഡൽഹിയിലെ ആപ്പ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, ആ സംഘടനയുടെ ചിഹ്നം ചൂലാണ്. ഡൽഹിയിലെ ജനങ്ങൾ ആ ചിഹ്നമായ ചൂലെടുത്ത് കെജ്രിവാളിന്റെ മോന്തക്കടിക്കാൻ പോകുന്ന ദിവസം അതിവിദൂരമല്ല. കാരണം എന്താണ് സംഭവം? എന്താണ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയം അഴിമതിയുടെ വിഷയമാണ്. എന്താണ് അഴിമതി? അത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ് അഴിമതി. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ നാട്ടിൽ മദ്യക്കടയുണ്ടായിരുന്നു.
നമ്മുടെ നാട്ടിൽ മത്സ്യക്കട പോലെ മദ്യം വിൽക്കുന്ന കടയുണ്ടായിരുന്നു. ആ മദ്യം വിൽക്കുന്ന കടയിൽ പ്രൈവറ്റ് ആയിരുന്നു. ഡൽഹിയിലും ഇതുപോലെ പ്രൈവറ്റ് ആയിരുന്നു. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ആ മദ്യത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ വിൽപ്പന അത് കെജ്രിവാൾ വന്ന് അത് സ്റ്റേറ്റിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേറ്റിന്റെ രീതിയിൽ കൊണ്ടുവന്ന് അത് 40% സ്റ്റേറ്റും 60% പ്രൈവറ്റുമാക്കി. എന്നിട്ട് കെജ്രിവാളിന്റെ കയ്യില് ബന്ധപ്പെട്ട ആളുകൾക്ക് മുഴുവനും അത് ഫ്രീ ആയിട്ട് കൊടുത്തു, പണം മേടിച്ചിട്ട്. അങ്ങനെ പണം മേടിച്ചു കൊടുത്തപ്പോ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കൺസോർഷ്യം ഉണ്ടായി. ആ കൺസോർഷ്യം പ്രൈവറ്റായി. അവർ ഒരു കുപ്പി ഫ്രീ. നമ്മുടെ നാട്ടില് ഒരു ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ എന്ന് പറയുന്നില്ലേ, അതേപോലെ ഒരു കുപ്പി മദ്യം മേടിച്ചാൽ ഒരു കുപ്പി മദ്യം ഫ്രീ. അങ്ങനെ ഡൽഹിയിൽ മദ്യവിൽപ്പന, മദ്യ ആസക്തി വർദ്ധിച്ചപ്പോൾ മദ്യത്തിന്റെ ഉപഭോഗം കൂടി. അപ്പൊ കെജ്രിവാള് ഈ 60% എന്നുള്ളത് അതിനുള്ളിൽ വലിയ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി. ആ കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ ഈ KRC എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കവിത, ആ കവിതയുടെ കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് ദ സൗത്ത്. ആ സൗത്ത് എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നിട്ട് കവിത റിമാൻഡിലാണ്. എക്സൈസ് മിനിസ്റ്റർ ആയിട്ടുള്ള സിസോദി ജയിലിലാണ്. കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഞ്ജയ് സിംഗ് ജയിലിലാണ്. 1, 2, 3 പ്രിയപ്പെട്ടവരെ 600 കോടി രൂപയുടെ അഴിമതിയാണ് കെജ്രിവാൾ ചെയ്തത്. എന്നിട്ട് കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോ കെജ്രിവാളിന് കഴിഞ്ഞ നവംബർ മാസം സമൻസ് കൊടുത്തു. കെജ്രിവാൾ പറഞ്ഞു പറ്റില്ല. ഡിസംബറിൽ കൊടുത്തു. കെജ്രിവാൾ പറഞ്ഞു പറ്റില്ല. അങ്ങനെ 9 പ്രാവശ്യം EDയുടെ സമൻസ് ചെയ്തു. ഇവിടെ തോമസ് ഐസക് ഉണ്ടല്ലോ, ഞാൻ സമൻസ് മേടിക്കില്ല. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ ഇന്നലെ തന്നെ രാത്രി അർദ്ധരാത്രിയില് EDയോട് ഫോൺ ചെയ്ത് എന്നുവെച്ചാ പറഞ്ഞോട്ടെ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിരുന്നാണ് ഇപ്പൊ വാർത്ത കേൾക്കുന്നത്. 9 പ്രാവശ്യം ED സമൻസ് അയച്ചിട്ട് ഈ മുഖ്യമന്ത്രി കെജ്രിവാൾ ഹാജരായില്ല. അവസാനം ഓരോ പ്രാവശ്യവും ഇയാൾ ഹൈക്കോടതി പോകും. ഓരോ പ്രാവശ്യവും ഹൈക്കോടതി പോയിട്ട് ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ബെയിൽ സംഘടിപ്പിക്കും, സ്റ്റേ സംഘടിപ്പിക്കും. ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അവസാനം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയപ്പോ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു, എന്താണ് ഈ കെജ്രിവാളിനെതിരായിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്, അതെനിക്കൊന്ന് കേൾപ്പിച്ചതാ. അങ്ങനെയാണ് അത് കേൾപ്പിച്ചു കൊടുത്തത്. ആ സമയത്ത് EDയുടെ അഭിഭാഷകൻ പറഞ്ഞു, ഞങ്ങൾ സീൽ ചെയ്ത കവറിൽ അങ്ങേക്ക് തരാൻ വായിച്ചു. കോടതി അത് വായിച്ചു. കോടതി വെളിയിൽ വന്നിട്ട് പറഞ്ഞു, EDയുടെ ആളോട് പറഞ്ഞു, ഞാൻ സ്റ്റേ തരുന്നില്ല. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് ചോദിക്കുകയാണ്. എന്തേ നിങ്ങൾ ഇത്രയും കാലമായി ഇത്രയും തെളിവുണ്ടായിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചത്. ഇവിടുത്തെ ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തില്ല. ഇവിടുത്തെ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല. ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് പത്രം മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഹൈക്കോടതിയുടെ ചോദ്യം, ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? പ്രിയപ്പെട്ടവരെ, കെജ്രിവാൾ അധികാരത്തിൽ വന്നത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന കെജ്രിവാൾ, ആ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം. ഈ കെജ്രിവാളിനെ അഴിമതിയുടെ പേരിൽ 100 കോടി അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് ആദ്യം പത്രസമ്മേളനം നടത്തിയതാരാ? BJP ആണോ? അല്ല. NDA ആണോ? അല്ല. പിന്നെ ആരാ പത്രസമ്മേളനം നടത്തിയത്? അജയ് മാക്കാനാണ്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. ആ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് അജയ് മാക്കാൻ, ഡൽഹിയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റ്, അയാളാണ് പത്രസമ്മേളനം നടത്തിയത്. ഇയാളെ അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ അറസ്റ്റ് ചെയ്തപ്പോഴോ കോൺഗ്രസുകാര്, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇപ്പോ ഈ അറസ്റ്റിനെതിരായിട്ട് APP ആപ്പിന്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ എന്താ അവസ്ഥ? കേരളത്തിൽ പിണറായി വിജയനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? നാളെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ഇതാ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നമ്മൾക്ക് മുന്നോട്ട് വെക്കുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 8 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം, കഴിഞ്ഞ 10 വർഷത്തെ
നരേന്ദ്രമോദിയുടെ ഭരണം. ഈ രണ്ട് ഭരണത്തെയാണ് നാം മുന്നോട്ട് ചിന്തിക്കേണ്ടത്. ഈ രണ്ട് ഭരണത്തെ മുന്നോട്ട് ചിന്തിക്കുമ്പോ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആത്മാഭിമാനത്തോടുകൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്വന്തം ചിഹ്നത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ പ്രാവശ്യവും അധികാരത്തിലേക്ക് കയറാൻ പോകാൻ വേണ്ടി സർവേകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2 പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ അഴിമതിയുടെ ആരോപണം ഉന്നയിക്കുവാൻ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും കഴിയാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരതത്തിൽ, ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ 10 വർഷം, ഞാൻ ചോദിക്കട്ടെ, ആ നരേന്ദ്രമോദിയുടെ 10 വർഷം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ വികസനത്തിന്റെ കാതൽ എന്താണ് എന്നറിഞ്ഞവർ, വികസനം എന്താണ് എന്നറിഞ്ഞവർ, ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, കടലാസറിയാൻ വേണ്ടി ഒരാളെ നിങ്ങൾ വിട്ടിട്ട് എന്ത് കാര്യം? നിങ്ങൾ രഘുനാഥിനെ പാർലമെന്റിലേക്ക് വിട്ടാൽ കണ്ണൂരിനൊരു മന്ത്രി എന്ന് ഞാൻ ഇവിടെ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂരിനൊരു മന്ത്രി. നിങ്ങൾ കുറെ മന്ത്രിമാരെ കണ്ട സ്ഥലമാ കണ്ണൂർ. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ധാരാളം ആളുകൾ വന്നതാണ് കണ്ണൂർ. നേരത്തെ രഘു പറഞ്ഞതുപോലെ പാർലമെന്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഇന്ന് വരെ കഴിയാത്തവരാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസുകാർ പോയി എന്താ ഗുണമുണ്ടാവാൻ പോകുന്നത്? ഈ നാട്ടിലെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ എന്താ അതുകൊണ്ട് ഗുണം? ഒരു ഗുണവുമില്ല. കാരണം എന്താ? 40 സീറ്റിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 40 സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അതിലെ ഈ 40 സീറ്റിലെ ബഹുഭൂരിപക്ഷം പലപ്പോഴും കിട്ടാറുള്ളത് ഈ കേരളത്തിൽ നിന്നാണ്. CPM-ന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്തു. CPM-ന് എത്ര സീറ്റിന് വേണ്ടി നിൽക്കുന്നത്? 4 സീറ്റിന്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-ന്റെ ദേശീയ കക്ഷി സ്ഥാനം പോലും ഒരുപക്ഷെ CPM-ൽ ഇല്ലാതായി മാറുമെന്നുള്ളതിൽ അവിതർക്കിതമായ കാര്യമാണ്. ഇവിടെ CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോ ഇവര് രണ്ടുപേരും ചേർന്ന് സയാമി സിരട്ടകളെ പോലെ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ എതിർക്കാൻ പോവുക. നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ട് എന്ത് ഗുണമാണ് കണ്ണൂരിൽ എന്തെങ്കിലും ഒരു വികസനമുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരുടെ കേന്ദ്രമാണ് കണ്ണൂർ. ഈ കണ്ണൂരിൽ എന്തെങ്കിലും ഒരു വികസനമുണ്ടോ? ഏതെങ്കിലും ഒരു വികസനം ഈ കണ്ണൂരിലുണ്ടോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ആളുകൾ ഈ കണ്ണൂരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, BJP ചോദിക്കുന്ന ചോദ്യം, NDA ചോദിക്കുന്ന ചോദ്യം, ഒരു MP പോലും ഈ കേരളത്തിൽ ഇല്ലാതിരുന്നിട്ടും, ഒരു MLA പോലും ഈ കേരളത്തിൽ ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ കൊണ്ടുവന്നില്ലേ വികസനം? ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം കൊടുത്തില്ലേ? ഞാൻ ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ, തൃശ്ശൂർ തൊട്ട് ഈ കാസർഗോഡ് വരെയുള്ള, ഈ കണ്ണൂർ വരെയുള്ള എല്ലാ സ്ഥലത്തും വലിയ തോതിലുള്ള വികസന പ്രവർത്തനം നടക്കുകയാണ്. റോഡ് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരുമ്പോ ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിലാണോ ആ ഹൈവേയിൽ കൂടെ ഞാൻ വന്നത്. വിശാലമായ ഹൈവേ. ആര് പണിഞ്ഞതാണ് ഈ ഹൈവേ? ആര് കൊണ്ടുവന്നതാണ് ഈ ഹൈവേ? ഇത് പറഞ്ഞാൽ ഉടനെ CPM-ന്റെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ 5000 കൊടുത്തു. ഈ ഹൈവേ 1,68,000 കോടി കൊടുത്തിട്ടാണ് ഈ റോഡുകൾ പണിയുന്നത്. 606 കിലോമീറ്റർ ദൂരമുള്ള ഇപ്പോഴത്തെ തൽക്കാലത്തെ ഇപ്പോ ഞാൻ പറഞ്ഞ ഈ ഹൈവേ ഉണ്ടല്ലോ, ഈ ഹൈവേക്ക് 68,000 കോടിയാ. ആ 68,000 കോടി കൊടുത്തത് ആര്? നരേന്ദ്രമോദിയാ. പക്ഷേ CPM എന്താ പറയുന്നത്? കോൺഗ്രസ് എന്താ പറയുന്നത്? ഉണ്ണിത്താൻ പറയുന്നത് കാസർഗോഡ് തൊട്ട് കണ്ണൂരിന്റെ അതിർത്തി വരെ ഞാൻ കൊണ്ടുവന്നതാ. അടുത്ത ആള് കണ്ണൂരിലെ ആള് പറയുന്നത് ആ കണ്ണൂരിന്റെ അതിർത്തി തൊട്ട് കോഴിക്കോട് അതിർത്തി വരെ ഞാൻ കൊണ്ടുവന്നതാ. കോഴിക്കോട് ജയിച്ച ആള് പറയുന്നത് കോഴിക്കോട് അതിർത്തി തൊട്ട് മലപ്പുറം വരെ ഞാൻ കൊണ്ടുവന്നതാ. പ്രിയപ്പെട്ടവരെ, ഇവരാരും കൊണ്ടുവന്നതല്ല. ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് സൗകര്യത്തോടുകൂടി. ഞാൻ ചോദിക്കട്ടെ, രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിലെ റെയിൽവേ മന്ത്രിയായിരുന്നപ്പോഴല്ലേ റെയിൽവേ ബ്രിഡ്ജുകൾ വന്നത് ഈ കേരളത്തിൽ?
അതുവരെ റെയിൽവേ മന്ത്രാലയം ഉണ്ടായിരുന്നില്ലേ? റെയിൽവേ മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? ഒ രാജഗോപാൽ കൊണ്ടുവന്ന വികസനമാണ് റെയിൽവേ ബ്രിഡ്ജെങ്കിൽ മോദി കൊണ്ടുവന്ന വികസനമാണ് ഞാനും നിങ്ങൾ സൗകര്യമായിട്ട് പോകാൻ വേണ്ടിയുള്ള ഈ ദീർഘദൂര ഈ ഹൈവേകൾ. അതുമാത്രമല്ല, ഞാൻ എണ്ണി ഓരോ കാര്യം പറയാം. 36,20,000 ആളുകൾക്ക് കിസാൻ 6,000 രൂപ വെച്ച് മോദി സർക്കാർ കൊടുക്കുന്നു. കേരളത്തിൽ 36,20,000 ഏതാണ്ട് 1,50,000 വീടുകൾ ഈ കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ജനൌഷധി 968 ജനൌഷധി കൊടുത്തു. ജനൌഷധി എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, BP ഉള്ള ആളുകൾ, അവർക്കൊരു മരുന്നിന് 1 രൂപയാണ് ഒരു ടാബ്ലറ്റിന് 1 രൂപ. പക്ഷെ ജനൌഷധി പോയി മേടിച്ചാൽ നിങ്ങൾക്ക് 10 പൈസയേ ഉള്ളൂ. സ്റ്റെന്റ് അടക്കം ജനൌഷധിയിൽ പോയാൽ 10 പൈസ 15 പൈസ. നമ്മൾ തന്നെ അന്തം വിടും. ജനൌഷധി എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ള സേവന കാര്യങ്ങൾ ഒന്നല്ല. മുദ്രാ ലോൺ ഏതാണ്ട് 3,363 കോടി ഈ കേരളത്തിൽ മുദ്രാ ലോൺ. പ്രിയപ്പെട്ടവരെ, വീട്ടമ്മമാർക്ക് വേണ്ട സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മോദി സർക്കാർ ഈ കേരളത്തിന് കൊടുത്തു. ഒരൽപ്പം നന്ദി വേണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ. കേരളത്തിലെ 8 വർഷത്തെ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണമെന്ന് പറഞ്ഞാൽ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭരണവും തമ്മിലുള്ള അന്തരം നിങ്ങൾ നോക്ക്. 8 വർഷത്തെ ഭരണത്തിൽ ഒരു 80-70 രംഗത്ത് വന്നില്ലേ? മകൾക്ക് മാസം പിടി കിട്ടിയില്ലേ? ഓരോ മന്ത്രിമാരും വിദേശ യാത്ര ചെയ്തില്ലേ? നീന്താൻ നീന്തക്കുളം, കയറാൻ വലിയ എലിവേറ്റർ. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ചാണകം എന്ന് വിളിക്കുന്ന പിണറായി വിജയന്റെ സഖാക്കന്മാര് പിണറായി വിജയന് ചാണകത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് 1-ാം തരം ചാണകപ്പുരം ഉണ്ടാക്കി വെച്ചിരിക്കുക ക്ലിഫ് ഹൗസിൽ. തെറി പറയുന്നത് മുഴുവൻ നമ്മളെ ചാണകം. ഈ ചങ്ങാതി ചാണകത്തിലെ കുളിക്കണേ. ഞാൻ ചോദിക്കുന്നത്, ധൂർത്ത് നടത്താൻ ഒരു വിഷമവുമില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങല്ലേ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്ത് ധൂർത്താണ് നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ നടത്തുന്ന ധൂർത്ത് മൂലം ഈ കേരളം ശ്രീലങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ പ്രിയപ്പെട്ടവരെ, റിസർവ് ബാങ്ക് പറയുന്നത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടബാധ്യത. ആ 5 സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം ഈ കേരളമാണ്. ഈ കേരളത്തിലെ കടം എന്ന് പറയുന്നത് നേരത്തെ PC ജോർജ് പറഞ്ഞു. ഞാനതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ജനിച്ചു വീഴുന്ന എന്റെ മുമ്പിലിരിക്കുന്ന അമ്മ പെങ്ങന്മാരില്ലേ, നിങ്ങള് ഗർഭിണിയായാൽ ആ കുഞ്ഞുങ്ങളുടെ ഗർഭത്തിലുണ്ടാവുന്ന കുട്ടിക്കടക്കം 1,50,000 രൂപയുടെ കടമാണ്. കോടിക്കണക്കിന് രൂപയുടെ കടം. കടബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കടം വേണോ? ഇവർ പറയുന്നത് കടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. 57,400 തരാനുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ്. 57,400 അവിടെ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കടം തരും. തൃശ്ശൂർ കളക്ടറേറ്റിന് മുമ്പിൽ ഒരു ബോർഡ്. ഞാൻ കോടതിയിലേക്ക് പോകുമ്പോൾ കളക്ടറേറ്റിലെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടത്. എന്താ ബോർഡ്? നോക്കുമ്പോൾ എന്താ അറിയോ? ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റിലെ ജീവനക്കാർ, NGO യൂണിയൻ, അവരുടെയാണ് ബോർഡ്. എന്താ ബോർഡ്? ഞങ്ങളുടെ ശമ്പളം തടഞ്ഞു വെച്ച കേന്ദ്ര ഗവൺമെന്റിന് മുർദാബാദ്. ഞങ്ങളുടെ ശമ്പളം തടഞ്ഞു വെച്ച കേരളത്തിലെ NGO യൂണിയന് ശമ്പളം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. എന്തും പറയാം, എന്തു വേണേലും ചെയ്യാം. ഇതിനെല്ലാം ഒത്താശ പറയുന്നത് കോൺഗ്രസാണ്. ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്ന് BJPയെ തകർക്കാൻ, BJPയെ ഇല്ലായ്മ ചെയ്യാൻ, BJPയെ നശിപ്പിക്കാൻ, BJPയെ ഓരോ ദിവസവും BJPക്കെതിരെ പുതിയ ആരോപണമാണ്. ആരോപണത്തിന്റെ ഏറ്റവും വലിയ രസം, സുരേഷ് ഗോപി മത്സരിക്കുന്ന ഞങ്ങളുടെ നാട്ടില് അങ്ങേര് അവിടുത്തെ ലൂർദ് മാതാവ് ഞാൻ ഫ്രാൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ്. അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് ലൂർദ് മാത.
അതുകൊണ്ട് ലൂർദ് മാതാവിന് ഒരു കിരീടം കൊടുത്തു. സാധാരണ കിരീടത്തില് എത്ര സ്വർണമുണ്ടെന്നൊന്നും ആരും നോക്കാറില്ല. അപ്പൊ തട്ടാൻ അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇത് 6 പവൻ സ്വർണമുണ്ട്, 6 പവന്റെ സ്വർണം പൂശിയതാണ് ഈ കിരീടം. ആ കിരീടം ആ മാതാവിന്റെ തലയിൽ വെച്ച് സുരേഷ് ഗോപി ഒന്ന് തിരിഞ്ഞപ്പോ കൈരളി ചാനലിന്റെ ആള് ആ കിരീടത്തില് അവരുടെ ആ സാധനം വെച്ചൊരു തട്ട്, അതോടുകൂടി കിരീടം നിലത്ത് വീണു. ഉടനെ പിറ്റേ ദിവസത്തെ വാർത്തകൾ കിരീടം നിലത്ത് വീണു, മാതാവ് പിണങ്ങി, കിരീടം വീണു. ഇവൻ വെട്ടിയതാ, കള്ളം വെട്ടിയതാ, വളരെ വ്യക്ത. അത് കഴിഞ്ഞപ്പോ അടുത്തത് എന്താ, ഇത് ചെമ്പ, ഇതിൽ സ്വർണമില്ല, ഇത് ചെമ്പ. എന്തൊരു കഷ്ടം നോക്ക്, ഇത് മുഴുവൻ സ്വർണമാണ്, ഈ കിരീടം മുഴുവൻ സ്വർണ്ണമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞോ? ഇല്ല, സ്വർണം പൂശിയതാണ് എന്നാണ് പറഞ്ഞത്. തട്ടാൻ പറഞ്ഞു, സമ്മതിച്ചില്ല. ചെമ്പാണ്. ഗംഭീര വാർത്ത. അവസാനം എന്റെ കോടതിയിലെ ഷോബി ജോർജ് എന്ന് പറയുന്ന ഒരു CPM-ന്റെ നേതാവ്, പള്ളി കമ്മിറ്റിയുടെ ചുമതലപ്പെട്ടയാളാ. അയാള് ബിഷപ്പിനോട് പോലും പറയാതെ ഈ സാധനം എടുത്ത് അയാൾ കൊണ്ടുപോയി ഉരച്ചു നോക്കാൻ പോയി, ചെമ്പാണെന്ന് പറയാൻ. അവിടെ ചെന്ന് ഒരച്ച് നോക്കിയപ്പോ ചെമ്പ് വെളി വരുന്നില്ല. അവസാനം ഒരച്ചപ്പോ തപ്പി നോക്കിയപ്പോ അതിനകത്ത് 6 അല്ല 7 പവൻ സ്വർണമുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി ഇവന്മാരുടെ നാവടങ്ങി. നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാ ഗോപിയാശാന്റെ മകൻ എന്ന് പറഞ്ഞത്. കാരണം ഞാനിത് പറയാൻ കാരണം നിങ്ങളിത് മനസ്സിലാക്കണം, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ കഥകളിയുടെ ആചാര്യന്. ഞാൻ ആ ഗോപിയാശാന്റെ വീട്ടിൽ പോയി. ഗോപിയാശാന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ഞാൻ ഗോപിയാശാനുമായി നല്ല ബന്ധമാണ്. അയോധ്യയിലെ പ്രസാദവുമായി ഗോപിയാശാന് കൊടുത്തു. അന്ന് ഗോപിയാശാൻ എന്നെ അവിടെ ഇരുത്തി എനിക്കൊരു കപ്പ് ചായ കിടന്നിട്ട് പറഞ്ഞു, ഇടയ്ക്കൊക്കെ വരണം ഗോപാലകൃഷ്ണൻ. ഞാൻ പോയത് ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ അധിപനായിട്ടുള്ള രാജുവും അനിലും കൂടിയിട്ട്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, പത്മശ്രീയെ എനിക്ക് തന്നിട്ടുള്ളൂ, അത് കോൺഗ്രസാ തന്നത്, ഗോപാലകൃഷ്ണൻ ഓർക്കണം. ഞാൻ ചിരിച്ചു. ശരി എന്ന് പറഞ്ഞ് ചിരിച്ചു. ഞങ്ങളിങ്ങനെ പോരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഒരു ഫേസ്ബുക്കിൽ വാർത്ത. ഈ വാർത്ത എന്താ, ഇത് ഒരു 2 മാസം മുമ്പ് നടന്നതാ. ഇപ്പൊ ഒരു വാർത്ത, ആരോ ഒരാൾ വിളിച്ചു ഇത്രേ. ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്നറിയില്ല. ഗോപിയാശാൻ, സുരേഷ് ഗോപി വരുന്നു. സുരേഷ് ഗോപിക്ക് ഗോപിയാശാന്റെ വീട്ടിൽ പോകാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? ഗോപിയാശാനോട് ഫോണിൽ ചോദിച്ചു, ഗോപിയാശാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. അപ്പൊ ഗോപിയാശാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട. അതല്ല വരാം. വരണ്ട. വരാന്ന്. വരണ്ട. അപ്പൊ പൺമുഖൂഷം വേണ്ടേ? എനിക്ക് വേണ്ട എന്ന് ഗോപിയാശാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇട്ടതാരാ? മകൻ. ഫേസ്ബുക്ക് പോക്കിൽ ചർച്ചയാ. എന്റെ പൊന്നു ചങ്ങാതി, കളവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, കള്ളത്തരം തന്നെ പറയുന്നത്. അവസാനം ഗോപിയാശാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ എപ്പോഴും സുരേഷ് ഗോപിക്ക് സ്വാഗതം. സുരേഷ് ഗോപിക്ക് വരാം എന്റെ വീട്ടിൽ. സുരേഷ് ഗോപിയും ഞാനും നമ്മളുടെ ബന്ധം എന്താണെന്ന് ആർക്കറിയാം? എന്റെ മകൻ ചെയ്തത് തെറ്റ്. ഈ കള്ളത്തരവും പൊളിഞ്ഞു. ഇപ്പൊ ഇന്നലെ വേറൊരു കള്ളത്തരം. എന്റെ അമ്മ, ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരുണ്ടോ? ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കോൺഗ്രസ്സുകാരും. വാസ്തവത്തിൽ രഘുവിനോട് ഞാൻ പറയേ, എന്റെ പൊന്നു രഘു, നിങ്ങൾ കോൺഗ്രസ് വിട്ടുവന്നത് നിങ്ങളുടെ മഹാസുഹൃതെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വന്നില്ലേ? എന്തൊരു കള്ളന്മാരാ! ഇങ്ങനെയുണ്ടോ കള്ളം? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കള്ളം പറയുമ്പോൾ അതിനകത്തൊരു ലോജിക് ഉണ്ട്. ഇവന്മാരുടെ കള്ളം, ഈ കോൺഗ്രസ്സുകാരുടെ കള്ളം ഉണ്ടല്ലോ, തനി ചെറ്റത്തരമാ. ചെറ്റത്തരം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന കള്ളത്തരമാ. വെറുതെ കള്ളത്തരം പറയാം. ഇന്നലെ സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ. ആരാ കലാമണ്ഡലം സത്യഭാമ? കലാമണ്ഡലം സത്യഭാമ CPM. അതുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയത്. ആ കലാമണ്ഡലം സത്യഭാമ നമ്മുടെ മണിയുടെ അനിയനെ രാമകൃഷ്ണനെ വളരെ മോശമായിട്ട് പറഞ്ഞു. എല്ലാവരും എതിർത്തു. ഞാനടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കലയിൽ സൗന്ദര്യം എന്ന് പറയുന്നത് കലാകാരന്റെ കലയ്ക്കാണോ, കലാകാരന്റെ ശരീരത്തിനല്ല. എല്ലാവരും എതിർത്തു. മാതൃഭൂമി പത്രം കളർ മാറ്റി ഇന്ന് കറുപ്പ് മാത്രമാക്കി. പക്ഷേ CPM-കാരെപ്പോഴോ കോൺഗ്രസ്സുകാരെപ്പോഴോ എഴുതി. കോൺഗ്രസ്സുകാർ എഴുതി എന്നറിയോ? ഈ സത്യഭാമ പണ്ടെപ്പോഴോ സുരേഷ് ഗോപിയെ അനുകൂലിച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടത നോക്ക്. പണ്ടെപ്പോഴോ സുരേഷ് ഗോപി അനുകൂലിച്ചിട്ടുണ്ടെന്ന് തപ്പി നോക്കിയപ്പോ ഏതോ ഒരു കാലഘട്ടത്തിലെ പരിപാടിയിൽ സുരേഷ് ഗോപി നിൽക്കുന്നത് അവർ കണ്ടു. അത്രേ ഉള്ളൂ. അവസാനം സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം പറഞ്ഞു, ഈ രാമകൃഷ്ണന് എന്റെ കുടുംബക്ഷേത്രത്തിൽ, സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ ഈ രാമകൃഷ്ണന്
ഡാൻസ് കളിക്കാൻ ഞാനിതാ അനുവാദം തന്നിരിക്കുന്നു എന്ന് വൈകുന്നേരം പറഞ്ഞതോടെ അവന്മാരുടെ കള്ളത്തരം പൊളിഞ്ഞു. കറുപ്പ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ കളറ്, കറുപ്പെന്ന് പറയുന്നത് ഭദ്രകാളിയുടെ കളറ്, ശിവന്റെ നെഞ്ചത്ത് താണ്ഡവം ചവിട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഭദ്രയുടെ കളറ് കറുപ്പ്. ആ കറുപ്പിനെ സ്നേഹിക്കുന്നവരാണ് ഈ നാടിന്റെ പാരമ്പര്യം. പക്ഷെ ഈ കള്ളന്മാര് കറുപ്പിനെ വെച്ച് BJP എതിർക്കാൻ നോക്കുക. എന്തൊരു കഷ്ടമാണ് നോക്കുക. ഈ കളവ് തന്നെ പറയാ. ഇപ്പൊ പുതിയ കളവ് അതെന്താ? ഇവിടെ എല്ലാവരും പറഞ്ഞത്, എന്റെ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല. CAA എന്താണ് ഈ സാധനം? എന്താണ് ഈ സാധനം എന്താണെന്ന് അറിയണ്ടേ? CAAക്കെതിരെ ചീഫ് മിനിസ്റ്റർ ഇന്നത്തെ പത്രസമ്മേളനം പിണറായി വിജയന്റെ, ഞാൻ നല്ല രസകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് പിണറായി വിജയൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കെജ്രിവാളിന്റെ അറസ്റ്റ് കേട്ടതോടെ പിണറായി വിജയന്റെ മിന്നൽ സന്ദർശനം എവിടെയെന്നറിയാം നിങ്ങൾക്ക്? മിന്നൽ സന്ദർശനം എവിടെയാ? തൃശ്ശൂരിലെ നിങ്ങളുടെ നാടിന്റെ അടുത്ത് ആന ചവിട്ടിക്കൊന്ന ഒരു സ്ഥലമുണ്ട്, ആറളം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടുത്തെ ഫാമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഫാം. ആ ഫാം ഇവന്മാര് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞു ഈ കള്ളന്മാര് രണ്ടുപേരും കൂടി മേടിച്ചെടുത്തത്. അവസാനം ആദിവാസികൾക്ക് പകുതി സ്ഥലം കൊടുത്തു. ആദിവാസികളോട് കൃഷി ചെയ്യാൻ പറഞ്ഞു. ആദിവാസികള് കൈതച്ചക്ക വെച്ചു. കൈതച്ചക്ക വെച്ചപ്പോ മണം കേട്ട ആന വന്ന് ആ കൈതച്ചക്കൊക്കെ കഴിച്ചപ്പോ ആദിവാസികൾ അവിടുന്ന് പോയി. ആന മെല്ലെ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, 14 പേര്, ശരിയോ തെറ്റെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 14 പേരെ ആന ചവിട്ടിക്കൊന്നു. നിങ്ങളുടെ കണ്ണൂരിൽ ആറളം എന്ന് പറയുന്ന ആ പ്രദേശത്ത് 14 പേരെ. ഈ പിണറായി വിജയൻ ഒന്ന് എത്തി നോക്കിയോ? BJPയും NDAയും ചോദിക്കുന്ന ചോദ്യമാ, ഒരു രാജ്യത്ത് 14 പേരെ ഒരു പ്രത്യേക സ്ഥലത്ത് ആന ചവിട്ടിക്കൊന്നിട്ട് എത്തി നോക്കാത്ത ഒരു മുഖ്യമന്ത്രി, എത്തി നോക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ്, അതാണ് ഈ കേരളം. എവിടെ പോയി നിങ്ങൾ? പക്ഷെ ആ പിണറായി വിജയൻ ഓട്ടിക്കതച്ച് ഇന്നലെ രാത്രിയിൽ മിന്നൽ സന്ദർശനം. ഇന്ന് രാവിലെ തൃശ്ശൂര് എന്താണെന്നറിയോ നിങ്ങൾക്ക്? കരുവന്നൂർ ബാങ്കിൽ ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂരിലെ CPM ഓഫീസിൽ വാതിലടച്ചിട്ടിട്ട് 7 പേർ ചേർന്ന ചർച്ച. MK കണ്ണനും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ മുൻ MP ബിജുവും അതുമായി ബന്ധപ്പെട്ട കാട തോമസും ഒക്കെ ചേർന്ന് 7 പേർ ചേർന്ന് അടച്ചിട്ട മുറിയിൽ മൊയ്തീൻ അടക്കം അടച്ചിട്ട മുറിയിൽ മുൻ മന്ത്രിയും MLAയുമായ മൊയ്തീൻ അടക്കം അടച്ചിട്ട മുറിയിൽ ഇന്ന് പിണറായി വിജയൻ മണിക്കൂറുകളോളം ചർച്ച. നിങ്ങൾ അടച്ചിട്ട മുറിയുണ്ടല്ലോ, അതത് ഈ തൃശ്ശൂരിലെ CPMന്റെ ഓഫീസായാലും കണ്ണൂരിന്റെ CPM ഓഫീസായാലും നിങ്ങളുടെ AKG സെന്റർ ആയാലും അത് ചവിട്ടി പൊളിച്ച് ED വരുമെങ്കിൽ വരും എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഴിമതി ചെയ്തവർ തുറുങ്കിലടയ്ക്കപ്പെടും എന്നൊരു തത്വദീക്ഷയില്ലാത്ത നുണ, അതല്ലേ CAA? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത വാഗ്ദാനം നിറവേറ്റി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇവർക്ക് തയ്യാറാണോ? അല്ല. ഇപ്പൊ CPMന്റെ ഇന്നത്തെ ഏറ്റവും വലിയ തീരുമാനം എന്താ? CAA കുറിച്ച് പ്രക്ഷോഭം. ഞാൻ ചോദിക്കുന്നത്, CAA എന്താണെന്ന് ഈ സാധനം? എല്ലാരും വന്നിട്ട് പറയുന്നുണ്ട് CAA എന്താ ഈ സാധനം? സിറ്റിസൺഷിപ്പാണ് ഈ സാധനം, പൗരത്വം. ഈ പൗരത്വം എന്ന് പറയുന്നത് BJPയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ആരുടെയെങ്കിലും പൗരത്വം തടയുന്നുണ്ടോ? ഈ കേൾക്കുന്ന ഏതെങ്കിലും ഒരു CPMന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുക, ധൈര്യമുണ്ട് എവിടെ വാ. ഈ CAA കുറിച്ച് ചോദിക്കാൻ, ഈ CAA കുറിച്ച് പറയാൻ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ CAA എന്ന് പറയുന്ന സാധനവുമായി ബന്ധമുണ്ടോ? ഇല്ല. ഒരാൾക്ക് പൗരത്വം കിട്ടുന്നത് എങ്ങനെയാ? ഇവിടെ വക്കീലിരിപ്പുണ്ടല്ലോ, ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാൾക്ക് പൗരത്വം കിട്ടുന്നത് 4 രീതിയില്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ജനനം കൊണ്ട് സിറ്റിസൺഷിപ്പ് കിട്ടും. നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. സിറ്റിസൺഷിപ്പ് ബൈ ഡെസൻസ്, ജനിച്ചത് അമേരിക്കയില പക്ഷെ എന്റെ അച്ഛൻ ഈ നാട്ടില, സിറ്റിസൺഷിപ്പ് കിട്ടുമോ? കിട്ടും. സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? കിട്ടും.
ഇവിടെ താമസിച്ചതിന്റെ പേരിൽ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? കിട്ടും. 12 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമോ? കിട്ടും. ഇതിൽ എന്തെങ്കിലും നിരോധിച്ചോ? ഇല്ല. പിന്നെന്താ CAA? എന്റെ പൊന്നു ചങ്ങാതിമാരെ, CAA ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. പിന്നെയോ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവർ പറയുന്നത് എന്താ അറിയോ? ചാനൽ ചർച്ചകളിൽ പോയാൽ ഇവർ പറയും ആർട്ടിക്കിൾ 14, ഈ 14 എല്ലാവർക്കും തുല്യാവകാശമാണ്. എല്ലാവർക്കും ആർട്ടിക്കിൾ 14 തുല്യാവകാശമാണ്. അതുകൊണ്ട് CAA എന്ന് പറയുന്നത് ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം. 14 തുല്യാവകാശ, പക്ഷെ 15ലോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഏതാ? പൗരത്വമില്ലാത്ത ഒരാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബാധകമാണോ? അല്ല. അല്ലെന്ന്. സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരാളെ കഞ്ചാവടിച്ച് പിടിച്ചാൽ എന്താ ചെയ്യാ? പൗരത്വമില്ലാത്ത ഒരാളെ കഞ്ചാവടിച്ച് പിടിച്ചാൽ എന്താ ചെയ്യാ? അയാളെ കേസില് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നാൽ കോടതി അവന് എവിടേക്കാ വിടുക? വീട്ടിലേക്കാണോ? അല്ല. ജയിലിലേക്കാണോ? അല്ല. ജയിലിലേക്കാണ്. അവൻ ചെയ്ത കുറ്റത്തിന് കുറ്റമുണ്ട്, പക്ഷെ അവനെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിടും. അതായത് പൗരത്വമില്ലാത്ത ആളുകൾക്ക് നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ല. അത് BJP കൊണ്ടുവന്നതല്ല, അത് മോദി കൊണ്ടുവന്നതല്ല, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 1955 സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന നിയമത്തിലുള്ളത്. ആ നിയമവുമായിട്ട് ഈ നിയമത്തിന് ബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്താണോ ബന്ധം? ഈ നാട്ടിലെ മൈനോറിറ്റി, ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആർട്ടിക്കിൾ 14മായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും തുല്യാവകാശ. പക്ഷെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പ്രത്യേക അവകാശമില്ലേ? ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ലേ? അതേപോലെയുള്ളൂ. എന്ന് പറഞ്ഞാ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ചില അവകാശങ്ങൾ ഈ നാട്ടിൽ ഇല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നു. വളരെ സിമ്പിൾ. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന അവകാശം പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നു ഇന്ത്യയിലെ നൈബറിംഗ് കൺട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ട സംസ്ഥാനം ഏതാ? പാകിസ്ഥാൻ വിഭജിച്ചപ്പോ ഏതാ? ബംഗ്ലാദേശ്. പിന്നെ തൊട്ടടുത്തത് ഏതാ? അഫ്ഗാനിസ്ഥാൻ. ഈ 3 സ്ഥലത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ പരിരക്ഷ. അതെന്താ? പൗരത്വം. നിങ്ങൾക്ക് ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളാരും അറിഞ്ഞിട്ടല്ല നിങ്ങളെ പാകിസ്ഥാനിലേക്ക് വിട്ടത്. നാളെ കണ്ണൂർ വിഭജിക്കപ്പെട്ട് ആ കണ്ണൂർ പകുതി കാസർഗോഡ് പോയാൽ നിങ്ങൾ അറിഞ്ഞിട്ടല്ല, അത് ഈ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. 1947 തീരുമാനമനുസരിച്ച് കിഴക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ ബംഗാളിലും നിന്നെല്ലാം ആളുകൾ ആട്ടി ഓടിക്കപ്പെട്ടു. പാകിസ്ഥാനിലെ നിയമമന്ത്രിയുടെ ആ മണ്ഡൽ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ നിയമമന്ത്രി ആര്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാ മണ്ഡൽ. ആദ്യത്തെ നിയമമന്ത്രി 6 മാസമായിരുന്നു പാകിസ്ഥാനിലെ നിയമമന്ത്രി ആയത്. ഓടിച്ചു അയാളുടെ ഭാര്യയെ, അയാളുടെ വീട് കത്തിച്ചു. അയാളുടെ അമ്മയെ, നിരപരാധിയായ അമ്മയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ മതം മാറുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമുയർന്നു. അവസാനം അയാൾ ഓടി രക്ഷപ്പെട്ട് 1969 മരിക്കുമ്പോ, മിസ്റ്റർ മണ്ഡൽ മരിക്കുമ്പോ അയാൾക്ക് ഇന്ത്യയുടെ പൗരത്വം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാടുമായി ബന്ധമില്ലാത്ത പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും കഴിയുന്ന നിരപരാധികളായ ക്രൈസ്തവർക്ക്, ക്രിസ്ത്യാനികൾക്ക്, 4 ക്രിസ്ത്യാനികൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് CPM-ന് എന്താ വിഷമെന്ന്? 4 ക്രിസ്ത്യാനികൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് കോൺഗ്രസിന് എന്താ വിഷമം? ഇത് കള്ളത്തരവാ, ഇത് കളവാണ്. അതുകൊണ്ടാണ് കർദിനാൾ പാറക്കാട്ടിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നേരത്തെ PC ജോർജ് പറഞ്ഞില്ലേ, എന്നെ രക്ഷിക്കാൻ RSS ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഒരു മാർച്ച് നടന്നു. എന്തിനാ മാർച്ചെന്നറിയോ? നിങ്ങളുടെ കണ്ണൂരിലെ ബിഷപ്പ് പറഞ്ഞു, കല്ലറക്കാട് ബിഷപ്പ് പറഞ്ഞു. എന്താ ബിഷപ്പ് പറഞ്ഞത്? ജിഹാദ്, ലഹരി ജിഹാദ് ഉണ്ട്. ആ ലഹരി ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനെതിരായ പോരാട്ടം സംഘടിപ്പിച്ചു ഇവിടുത്തെ മതതീവ്രവാദികൾ. ആ മതതീവ്രവാദികളുടെ കൂടെയായിരുന്നു കോൺഗ്രസ്. VD സതീശനായിരുന്നു കല്ലറക്കാട്ട് ബിഷപ്പിനെതിരെ കേസെടുക്കാൻ പറഞ്ഞയാൾ. പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഈ മതതീവ്രവാദികൾ മാർച്ച് ചെയ്തപ്പോ
ആ പാലാ ബിഷപ്പ് ഹൗസിന്റെ മുമ്പിൽ പോയി ആ പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാൻ പോയത് വി.ഡി. സതീശനല്ല, കോൺഗ്രസ് അല്ല, ഡിവൈഎഫ് അല്ല, CPM അല്ല. അതിനെ സംരക്ഷിക്കാൻ പോയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉശരന്മാരായ പ്രവർത്തകര്. എന്നിട്ടും പറയുന്നത് CAA പേരിൽ ഭാരതത്തിൽ പ്രശ്നമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഒരു അപേക്ഷയുണ്ട്. എന്താ അറിയോ? ഇന്നത്തെ മാതൃഭൂമിയുടെ പത്രം കറുത്ത നിറത്തിലാണ് മാതൃഭൂമി പത്രം ഇന്നടിച്ചിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ നടുറോട്ടിലെടുത്ത് തല്ലിക്കൊന്നില്ലേ? വീട്ടിലേക്ക് വണ്ടി കയറി വീട്ടിലെ അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി പോയ ഒരു പാവം പയ്യൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പയ്യനെ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് 4 ദിവസം കോളേജിലിട്ട് ക്രൂരമായി തല്ലി. സാധാരണ വെള്ളം കൊടുക്കുക ആളുകള്. മതതീവ്രവാദികൾ പോലും ഒരാളെ കൊല്ലും, ഒരു മാടിനെ കൊല്ലുമ്പോ ആ മാടിനെ മശോ പൂത്തോ കാളയോ ആരായാലും അതിനെ അറക്കുമ്പോ ആദ്യം അതിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു കോഴിയെ കൊല്ലുമ്പോ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ പാവം പയ്യൻ സിദ്ധാർത്ഥ്, 22 വയസ്സുള്ള പാവം പയ്യൻ, പ്രിയപ്പെട്ടവരെ, അവനെ ഒരു കാരണവുമില്ല SFIയുടെ പ്രവർത്തനത്തിൽ ചെന്നില്ല. അവൻ 4 പെൺകുട്ടികളുമായി ഡാൻസ് കളിച്ചു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങളും ഒരു കൊച്ചിനെ വളർത്തി ഉണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ട്. എന്റെ കുട്ടിയുടെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് പ്രയാസപ്പെട്ട് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് അവനെ കോളേജിലേക്ക് വിടുമ്പോ ആ കോളേജിനുള്ളിൽ ഈ കശ്മലന്മാർ, ഈ കള്ളന്മാർ, ഈ നരാധവന്മാർ SFIയിൽ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക. 4 ദിവസം തല്ലി, ഉടുതുണി ഉരിഞ്ഞ് അവനെ മുറിയിലിട്ട് പൂട്ടി. അവസാനം അവനെ ചത്തു വീഴുമ്പോ അവനെ കെട്ടിത്തൂക്കി. KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നപ്പോ ബോർഡിൽ എഴുതി വെച്ചില്ലേ? KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നപ്പോ ബോർഡിൽ എഴുതി വെച്ചില്ലേ? സാക്ഷി പറഞ്ഞാൽ ഇതേ അനുഭവം. ആ കോളേജിലെ വിദ്യാർത്ഥികളോടൊക്കെ പറഞ്ഞു, സാക്ഷി പറഞ്ഞവന് അനുഭവം ഇതാണ്. ഒരൊറ്റയാളില്ല സാക്ഷി പറയാൻ. ഒരാള്, എന്തൊരു മലയാളി, എന്തൊരു സ്നേഹം. മലയാളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ പുളകം കൊള്ളല്ലേ? സാക്ഷി പറയാൻ ഒരു കുട്ടി പോലും ഇല്ല. പേടിച്ചിരിക്കുക പിള്ളേര്. എന്തൊരു പുച്ഛമെന്നറിയോ? ഗുജറാത്ത് ബീഹാർ. പ്രിയപ്പെട്ടവരെ, അഭിമാനപൂർവ്വം പറയാ, ഈ കള്ളന്മാർ, ഈ നരാധവന്മാർ, ഈ അക്രമകാരികൾ ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് കണ്ട് അതിന്റെ സാക്ഷി പറയാൻ കേരളത്തിലെ മുഴുവൻ ആളുകളും, മുഴുവൻ വിദ്യാർത്ഥികളും തയ്യാറാവാതിരുന്നപ്പോ ബീഹാറിലെയും ഗുജറാത്തിലെയും കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പറയാൻ തയ്യാറാണ് സാക്ഷി. അങ്ങനെയാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത്. ഷാജി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കോഴിക്കോട് മാർഗം കളിയുടെ കലാകാരന് മാർക്കിടാൻ വന്നതാ. സോറി, കണ്ണൂര് ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എന്ത് തെറ്റാ മാർഗം കളി? നിങ്ങൾ അതിന്റെ വിഷയത്തിലേക്ക് പോയോ? ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഊഴ്ന്നു പോയത്. എന്താ വിഷയം എന്നറിയോ നിങ്ങൾക്ക്? SFIയുടെ ഒരു കോളേജ്, SFI ക്യാമ്പസിൽ അധീശത്വമുള്ള ഒരു കോളേജിന് മാർക്ക് കൊടുത്തില്ല. ഇയാള് സാധാരണ നന്നായി കളിച്ച ആൾക്ക് കൊടുത്തു. ഇയാളെ പിടിച്ചുകൊണ്ട് ഈട്ടിച്ച് അവൻ കൈക്കൂലിക്കാരനായി പ്രഖ്യാപിച്ച് അയാൾ അവസാനം ആ മനോവിഷമത്തിൽ കൊന്നു. അയാള് ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിക്കുന്ന, ഏതെങ്കിലും ഒരു മാധ്യമം 2 രീതിയിൽ ചർച്ച ചെയ്തോ? മാതൃഭൂമി കറുപ്പ് കളറിൽ ചെയ്തോ? ഈ ചോദ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കള്ളത്തരം, ഈ കോൺഗ്രസിന്റെ ഈ കള്ളത്തരം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണം. ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. അഴിമതിയില്ലാത്തൊരു ഭരണം ഈ നാട്ടിൽ, അഴിമതിയില്ലാത്തൊരു ഭരണം, കേന്ദ്രഭരണം. എത്ര സർവേ വെളിയിൽ വന്നത്? ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്ന സർവേ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? എടോ അയ്യാ, ഞാൻ ചോദിക്കട്ടെ, CPM NP ഗോവിന്ദൻ മാഷോട് എനിക്ക് ചോദിക്കാൻ ചോദ്യമുണ്ട്. എന്റെ മാഷെ, നിങ്ങൾ ആർക്കു വേണ്ടി പണിയെടുക്കുന്ന? നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? നമ്മുടെ ചോദ്യം വളരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ആണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിക്കുകയല്ലേ? നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി പദത്തിൽ പോലും ഒരാളെ വെക്കാനില്ല. ഒപ്പുവെച്ച കലം പോലെ നിങ്ങൾ ഓരോ ദിവസം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുക. കോൺഗ്രസിനോട് ചോദിക്കുക, നിങ്ങൾ സഖ്യം ഉണ്ടാക്കിയില്ലേ കേരളത്തിൽ? നിങ്ങൾ പറ, നിങ്ങൾ സഖ്യമല്ലേ ഇന്ത്യയിൽ? ഈ കേരളത്തിലല്ലേ നിങ്ങൾ പരസ്പരം? നിങ്ങൾക്കറിയോ ത്രിപുരയിൽ മത്സരിക്കുന്നത് ആരാന്നറിയോ? CPM കോൺഗ്രസ്. ബംഗാളിൽ മത്സരിക്കുന്ന ആരാന്നറിയോ? CPM കോൺഗ്രസ്. അവർ വന്നിട്ടാണ് ഇവിടെ ഇപ്പോ പറയുന്നത് BJPക്കെതിരെ ഞങ്ങൾ പോരാടും.
ഞങ്ങൾ കോൺഗ്രസിനെതിരെ പോരാടും. ഈ ആരിഫിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്താ വാർത്ത എന്നറിയോ? ആരിഫ് പറയാ, ആരിഫാരാ ഒരേ ഒരു MP. അയാൾ പറയാണ്, ഈ ചങ്ങാതി ഈ പാർലമെന്റിലേ വരാറില്ല. ആര്? രാഹുൽ ഗാന്ധി. വന്നു കഴിഞ്ഞാലോ ഈ ഫോണിൽ നോക്കി കുത്തിക്കളിക്കും. അപ്പോ സോണിയാഗാന്ധി ഒരു തട്ട് തട്ടും, അയാളപ്പം നേരെ നിൽക്കും. കുറച്ചു കഴിഞ്ഞാൽ കുത്തിക്കളിക്കും, ഫുഡ് അടിച്ചിട്ട് അയാൾ പോകും. ഇയാളെയൊക്കെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമോ? ചോദിച്ചതാരാ? CPM-ന്റെ MP ആരിഫ്. ഈ ആരിഫ് തന്നെയാണോ, ഈ CPM-കാരാണോ ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 8 വർഷത്തെ ഭരണം ഈ നാടിനെ നശിപ്പിച്ചു. കോൺഗ്രസിന്റെ ഈ കാലഘട്ടത്തിൽ 60 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് ഭാരതം തകരുന്നു. ആ ഭാരതത്തെ കൈപിടിച്ചുയർത്തുന്ന, ആ ഭാരതത്തെ വികസനത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരുന്ന, ആ ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ആ ഭാരതത്തെ വളർത്തിക്കൊണ്ടുവരുന്ന എന്ന് അഭിമാനപൂർവ്വം പറയുക. പ്രിയപ്പെട്ടവരെ, സ്വതന്ത്ര ഭാരതത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ കാലത്ത് ലോകത്തെ 4-ാമത്തെയും 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഭാരതത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ, ഭാരതത്തെ ലോകത്തിലെ ജഗദ്ഗുരുവാക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണോ, അതോ മോദിയെ കൂകാൻ വേണ്ടി, കടലാസ് വലിച്ചെറിയാൻ വേണ്ടി ഒരാളെ വിടണോ? ഇവന്മാര് പോയിട്ട് ഒരു കാര്യമില്ല. 21 സർവേ, ഇന്ത്യയിലെ 21 സർവേ പറഞ്ഞത് 400-ന് മുകളിൽ വോട്ട്, 400-ന് മുകളിൽ സീറ്റുമായി ഈ സഖ്യം, ഈ NDA അധികാരത്തിൽ വരുമെന്നാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മെയ് മാസത്തെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ ജൂൺ മാസം വോട്ടെണ്ണുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ മെയ് മാസത്തെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രം ഭേദിച്ചുകൊണ്ട് 3-ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മാറും. ആ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കാൻ, ലേഖുവിന് വോട്ട് ചെയ്യാൻ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ, ഈ കണ്ണൂരിനൊരു മന്ത്രിയെ തരാൻ, ഈ കണ്ണൂരിനൊരു മന്ത്രി, ആ മന്ത്രിക്ക് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. വന്ദേ ഭാരതം. ഇന്ത്യയുടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ C. രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ശ്രീകാന്ത് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നേരം വൈകിയതുകൊണ്ട് നേരെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിനോദ് മാസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുഖ്യാതിഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ശ്രീ C. രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ K. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെ, NDAയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവിടെ പാനലിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ ഈ പാർലമെന്റ് ഉൾപ്പെടെയുള്ള ക്ലസ്റ്ററിന്റെ ഇൻചാർജ് ശ്രീ P.K. കൃഷ്ണദാസ്ജിയാണ്. ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായി ശ്രീ AP അബ്ദുള്ളക്കുട്ടി, BJPയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ CK പത്മനാഭൻ, നമ്മുടെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ ദേശീയ കൌൺസിൽ അംഗവുമാണ്.